ഈ പ്രതികളൊന്നും കേരളത്തിലെ പോലീസ് സ്റ്റേഷനിൽ വന്ന് കീഴടങ്ങിയതല്ല. മുടക്കോഴിമല കയറി ഈ പ്രതികളെ പിടിക്കുന്ന സമയത്ത് UDF ആണ് അധികാരത്തിൽ. അതിൻ്റെ പേരിൽ എന്തെല്ലാം കോലാഹലങ്ങൾ ഉണ്ടായി എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. അതിൻ്റെ ഏതറ്റം വരെ ആയാലും ഞങ്ങൾ പോകും എന്ന് പറഞ്ഞുകൊണ്ട് ഈ കേസിനെ മുന്നോട്ട് കൊണ്ടുപോയത് UDFൻ്റെ ഭരണകാലത്താണ്. അതൊന്നും മറന്നുകൊണ്ട് മലയാളി പോകുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. ഒരു പക്ഷേ കേരളത്തിലെ CPM നടത്തിയിട്ടുള്ള ഓർഗനൈസ്ഡ് മർഡറുകളിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മൂവ്മെന്റ്, അതിനെതിരെയുള്ള ഒരു മൂവ്മെന്റ് നടന്നത് ഈ TP വധക്കേസിലെ പ്രതികളെ പിടിച്ചുകൊണ്ടാണ്. അതുകൊണ്ടാണ് നിങ്ങൾ ഇത്ര കൃത്യമായി TP വധത്തിന് മുൻപുള്ള കാര്യങ്ങളും രാഷ്ട്രീയ കൊലപാതകങ്ങളും TP വധവും തമ്മിൽ കേരള ചരിത്രത്തിൽ വലിയ വേർതിരിവ് തന്നെയുണ്ട്. അത് നിങ്ങളുടെ ഇടപെടലാണ്, ഒരു സംശയവുമില്ല. പക്ഷേ അവിടെ അതേ നിശ്ചയദാർഢ്യം ഈ സർക്കാരും പുലർത്തി. അതാണ് നിങ്ങൾ കാണേണ്ടത്. ഇപ്പൊ നേരത്തെ നമ്മൾ പറഞ്ഞില്ലേ, ഒരു തവണ വീഴ്ച പറ്റിയപ്പോൾ അവർ പഴുതടച്ച് മുന്നോട്ട് പോയി എന്ന്. അതുപോലെയാണ് നിങ്ങൾ ഇങ്ങനെ ഒരു കാര്യം ചെയ്തുവെങ്കിൽ അന്ന് നിങ്ങൾ ഇതിനൊക്കെ വേണ്ടി ഉപയോഗിച്ച മുഴുവൻ ആളുകളെയും ശിക്ഷിക്കുന്നു, മുഴുവൻ ആളുകൾക്കും ക്രമസമാധാന ചുമതല നൽകാതിരിക്കുന്നു. ഓരോരോ ഘട്ടം ഘട്ടമായി അവർ എത്ര കൃത്യമായി അത് നിർവഹിക്കുന്നു, ഈ സംവിധാനത്തെ തന്നെ ഉടച്ചു വാർക്കുന്നു എന്ന് നവാസ് കാണുന്നില്ലേ? അല്ല ശ്രീ വേണു, നിങ്ങളുടെ വിമർശനങ്ങളെ കേരളത്തിലെ പൊതുമണ്ഡലത്തിൽ പ്രവർത്തിക്കുന്ന രാഷ്ട്രീയ പാർട്ടികൾ എന്ന രീതിയിൽ നിങ്ങൾക്ക് വിമർശിക്കാനും ആ വിമർശനങ്ങൾ ഉൾക്കൊള്ളേണ്ടവരുമാണ് ഞങ്ങൾ എന്ന ബോധ്യം ഞങ്ങൾക്കുണ്ട്. പക്ഷേ CPM-നേക്കാൾ വലിയ അപരാധികൾ UDF ആണ് എന്ന് പറയുന്ന അങ്ങയുടെ വാചകത്തിന്റെ വരികൾക്കിടയിലെ അത്തരത്തിലുള്ള വാക്കുകൾ പോലും കാര്യത്തിൽ കൃത്യമായി ഇടപെട്ടുവെങ്കിൽ അതിന്റെ ഭാഗമായി പിന്നീട് ഈ സർക്കാർ ചെയ്തത് എന്താണ്? ഇപ്പൊ നമ്മൾ നേരത്തെ പരസ്പരം യോജിച്ച ഒരു കാര്യമുണ്ട്. കഴിഞ്ഞ തവണ ഈ നീക്കം പുറത്തേക്ക് ലീക്കായപ്പോൾ സർക്കാർ അതിൽ പ്രതിരോധത്തിലായി. അപ്പോൾ എന്ത് ചെയ്തു സർക്കാർ? ഇത്തവണ പഴുതടച്ച് നീങ്ങി. എന്ന പോലെ നിങ്ങൾ ഈ വിൻസൻ എംപോളും അനൂപ് കുരുവിള ജോണും ഒക്കെ ചേർന്ന് സമർത്ഥമായി ഈ രാഷ്ട്രീയ കൊലപാതകത്തിന്റെ തലപ്പത്തേക്ക് വരെ അന്വേഷിച്ചു പോകാനുള്ള ധൈര്യം കാണിക്കുകയുണ്ടായി നിങ്ങളുടെ സർക്കാരിന്റെ കാലത്ത്. അപ്പോൾ ഈ സർക്കാർ എന്താണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്? ആ സംവിധാനത്തെ മുഴുവൻ ഉടച്ചു വാർക്കുകയാണ്. കീഴ്പ്പെട്ട് നിൽക്കുന്ന ഒരു സേനയാക്കി ഈ പോലീസ് സേനയെ മാറ്റുകയാണ്. അതിന്റെ ഗൗരവം നിങ്ങൾ കാണണമെന്നാണ് പറഞ്ഞത്. അതിൻ്റെ ഗൗരവം ഞങ്ങൾ കാണുന്നില്ലേ ശ്രീ വേണു? അതുകൊണ്ടല്ലേ കേരള പോലീസിന് അകത്തുള്ള ഈ പുഴുക്കുത്തുകൾക്കെതിരെ ഞങ്ങൾ നിരന്തരമായി ശബ്ദിച്ചുകൊണ്ടിരിക്കുന്നത്. TP വധക്കേസ് മാത്രമല്ല, കേരളത്തിൻ്റെ പോലീസ് സംവിധാനത്തിനകത്ത് മുഴുവൻ അവിശുദ്ധമായ കൂട്ടുകെട്ടുണ്ടാക്കുന്നുവെന്ന് നിരന്തരമായി ഞങ്ങൾ പറയുന്നില്ലേ? ഞങ്ങൾ പറയുന്നതും ഞങ്ങൾ ചെയ്യുന്ന സമരത്തെയും ഞങ്ങൾ ജയിലറിൽ പോകുന്നതൊന്നും ഈ ഗവൺമെൻറ് മുഖവിലക്കെടുക്കാത്തത് നിങ്ങളുടെ മാധ്യമങ്ങളുടെ ക്യാമറയിൽ നിങ്ങൾ കാണുന്നില്ലേ? എന്തിനേറെ സ്വന്തം കൂടെ നിൽക്കുന്ന മുന്നണിയിലെ CPI പോലും ഈ പോലീസ് സംവിധാനത്തെക്കുറിച്ച് അതിരൂക്ഷമായ വിമർശനം ഉന്നയിക്കുമ്പോൾ 1.5 മാസം കാത്തിരുന്നില്ലേ അദ്ദേഹത്തെ സ്ഥാനത്ത് നിന്ന് മാറ്റാൻ? DGPയെ, ലോ ആൻഡ് ഓർഡർ ADGPയെ സ്ഥാനത്ത് നിന്ന് മാറ്റാൻ? ഇതൊക്കെ നമ്മൾ കണ്ടതല്ലേ? പ്രതിപക്ഷം പറയാഞ്ഞിട്ടോ സമരം ചെയ്യാഞ്ഞിട്ടോ തെരുവിൽ തല്ലുകൊള്ളാഞ്ഞിട്ടോ ജയിലറിൽ പോകാഞ്ഞിട്ടോ അല്ലല്ലോ. കൂടെ നിൽക്കുന്ന മുന്നണിയിലെ മന്ത്രിമാർ മന്ത്രിസഭയിലകത്ത് പോലും വിയോജിപ്പ് പ്രകടിക്കുമ്പോഴും ഇല്ല, ഞങ്ങൾ ഇവരെ സംരക്ഷിച്ചേ പോകൂ, ഈ പോലീസ് സംവിധാനത്തിൽ ഞങ്ങളെ കാക്കുന്നവരെ മാത്രമേ ഞങ്ങൾ തലോടൂ എന്ന് വാശി പിടിക്കുന്ന ഒരു ദുർഭാഷിക്കാരനായ ഒരു മുഖ്യമന്ത്രിയും അതിന് കൂടെ നിൽക്കുന്ന ഒരു പാർട്ടി സംവിധാനമുള്ളത് കേരളത്തിന്റെ ഒരു ദുരന്തമെന്നല്ലാതെ അതിന് പ്രതിപക്ഷത്തെ പഴിച്ചിട്ട് എന്ത് കാര്യമുള്ളത്? നിങ്ങൾ മാധ്യമങ്ങളെ പഴിച്ചിട്ട് എന്ത് കാര്യമുള്ളത്? കൂടെ നിൽക്കുന്ന CPIക്ക് പോലും തിരുത്താൻ കഴിയാത്ത വിധം രാഷ്ട്രീയ അന്ധത ബാധിച്ച് ഈ അധികാരത്തിന്റെ അഹങ്കാരത്തിൽ പോകുന്ന ഈ ഭരണകൂടത്തിനെതിരെ തെരുവിൽ നമ്മൾ പ്രതികരണങ്ങൾ ഉണ്ടാകുന്നു. ഇതേ രൂപത്തിലായിരുന്നു മോദിയുടെ പോക്ക്. രാഹുൽ എന്നയാൾ തെരുവിലേക്ക് ഇറങ്ങി നവാസെ, ഇന്ത്യ മുഴുവൻ നടന്നു, വലിയ പ്രതിരോധമായി. അത് പിന്നെ ജനങ്ങളൊപ്പം നടന്നു. അങ്ങനെയാണിപ്പോ ഈ പറയുന്ന ആദ്യം ഭൂരിപക്ഷം, പിന്നെ അതിനേക്കാൾ നല്ല ഭൂരിപക്ഷം, ഇപ്പൊ ഭൂരിപക്ഷം. ശ്രീ വേണു, നിങ്ങളുടെ ഈ ചർച്ചയുടെ കാമ്പ് അത്തരത്തിലൊരു പോസിറ്റീവ് ത്രെഡിലേക്കാണ് നിങ്ങൾ കൊണ്ടുവരുന്നതെങ്കിൽ ഞാൻ അതിനെ സ്വാഗതം ചെയ്യാൻ. അത് കേരളത്തിൽ കൃത്യമായി ഞങ്ങൾ നടപ്പിലാക്കുന്നുണ്ടല്ലോ. കേരളത്തിൽ ഉപതെരഞ്ഞെടുപ്പുകളുടെ വിജയം ഞങ്ങൾ അത് കൃത്യമായി അടയാളപ്പെടുത്തുന്നു. TP വധവുമായി ബന്ധപ്പെട്ട് കൃത്യമായ അന്വേഷണം നടത്തി. ഇവർ പ്രതിപക്ഷത്തായിരിക്കുമ്പോഴും ഇവർ മാതൃകാപരമായി വിളക്ക് പിടിച്ച് ഈ സർക്കാരിന്റെ എല്ലാ ദുഷ്ട നീക്കങ്ങളെയും പ്രതിരോധിച്ച കഥയാണ് പെരിയ. അങ്ങ് സമ്മതിക്കുമല്ലോ, ഒറ്റയാൾക്ക് ജാമ്യം കിട്ടിയിട്ടില്ല. ഈ പറയുന്ന പ്രധാനപ്പെട്ട കുറ്റവാളികൾക്കാർക്കും ജാമ്യം കിട്ടുക, പുറത്തിറങ്ങുന്ന അവസ്ഥ ഉണ്ടാക്കാതെ അവർ വിളക്ക് പിടിച്ച് നടന്നിട്ടുണ്ട്.